ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെറ്റ് എന്ന വേർബ് ആണ്. ലെറ്റ് എന്ന വേർബ് പല ഡിഫറെൻറ്റ് ലെസൺസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ലെറ്റ് എന്നതിനോട് കൂടി മോഡൽ വേർബ്സ് ചേർക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, അതാണ് ഇന്നത്തെ ടോപ്പിക്. മോഡൽ വേർബ്സ് നമ്മൾ എല്ലാ മോഡൽ വേർബ്സും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്യാൻ, കുഡ്, ഷുഡ്, മസ്റ്റ്, ഹാവ് ടു, ഹാസ് ടു, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒപ്പം ലെറ്റ് ചേർക്കുമ്പോൾ എങ്ങനെ വരും, എങ്ങനെയാണ് നമുക്കത് സംസാരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്, അതാണ് ഇന്നത്തെ ടോപ്പിക്. അതിനൊപ്പം തന്നെ ലെറ്റിൻ്റെ വേറെ യൂസസ് നമുക്ക് പഠിക്കാം. ലെറ്റ് എന്ന മെയിൻ വേർബ്, അതിൻ്റെ മീനിങ് എന്താണ്? അനുവദിക്കുക, അനുവാദം കൊടുക്കുക. ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ അനുവാദം കൊടുക്കുക, അതാണ് ലെറ്റ്. ലെറ്റ് ഹിം ഗോ എന്ന് പറഞ്ഞാൽ അവനെ പോകാൻ അനുവദിക്കൂ. ലെറ്റ് ഹെർ കം ഹിയർ എന്ന് പറഞ്ഞാൽ അവളെ ഇവിടെ വരാൻ അനുവദിക്കൂ എന്നാണ്. അപ്പോൾ ലെറ്റ് ഹിം, ലെറ്റ് ഹെർ എന്നൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. ലെറ്റ് ഹിം എന്ന് പറയുന്ന ഹിം അതൊരു ഒബ്ജക്റ്റീവ് കേസ് പ്രോനൗൺ ആണ്. നമുക്ക് എന്താണ് പറയേണ്ടത് അതിനനുസരിച്ച് അവിടെ ഒബ്ജക്റ്റീവ് കേസ് പ്രോനൗൺ ഉപയോഗിക്കണം. ലെറ്റ് മീ ഡു ദിസ് വർക്ക്, ഈ വർക്ക് ചെയ്യാൻ എന്നെ അനുവദിക്കൂ. ലെറ്റ് മീ സ്റ്റഡി, പഠിക്കാൻ എന്നെ അനുവദിക്കൂ. അപ്പോൾ ലെറ്റിൻ്റെ ഫസ്റ്റ് യൂസ് അതാണ്. ഇനി ലെറ്റ് ബേസിക് മോഡൽസിൻ്റെ ഒപ്പം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം നമുക്ക്. ക്യാൻ്റെ ഒപ്പം ലെറ്റ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ്? ക്യാൻ ലെറ്റ് എന്നല്ലേ വരുന്നത്. ക്യാൻ എന്ന് പറഞ്ഞാൽ സാധിക്കുക, കഴിയുക എന്ന അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഐ ക്യാൻ ലെറ്റ് യു ഗോ, ഐ ക്യാൻ ലെറ്റ് യു ഗോ, എനിക്ക് നിന്നെ പോകാൻ അനുവദിക്കാൻ എനിക്ക് സാധിക്കും എന്നാണ്. ഐ ക്യാൻ ലെറ്റ് യു ഗോ. ഐ ക്യാൻ ലെറ്റ് ഹിം സ്പീക്ക്, എനിക്ക് അവനെ സംസാരിക്കാനുള്ള ഒരു അനുവാദം കൊടുക്കാൻ എനിക്ക് സാധിക്കുമെന്നാണ്. അനുവാദം കൊടുക്കുക എന്നാണല്ലോ ലെറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ക്യാൻ ലെറ്റ് എന്ന് പറയുമ്പോൾ അനുവാദം കൊടുക്കാൻ സാധിക്കും എന്ന അർത്ഥമാണ് അവിടെ. ഇവിടെയും ക്യാൻ ലെറ്റ് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റീവ് കേസ് പ്രോനൗൺ ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് വേർബിൻ്റെ ബേസ് ഫോം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഐ ക്യാൻ ലെറ്റ് ഹിം സ്പീക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് അവനെ സംസാരിക്കാൻ അനുവദിക്കാൻ കഴിയും എന്നാണ്. അതിന് അനുവാദം കൊടുക്കാൻ കഴിയും. ഷീ ക്യാൻ ലെറ്റ് മീ വെയർ ഹെർ ക്ലോത്ത്സ്, ഷീ ക്യാൻ ലെറ്റ് മീ വെയർ ഹെർ ക്ലോത്ത്സ്, അവളുടെ ക്ലോത്ത്സ് ധരിക്കാൻ അവൾക്ക് എന്നെ അനുവദിക്കാൻ കഴിയും. ഷീ ക്യാൻ ലെറ്റ്, അവൾക്കാണ് കഴിയുന്നത്. ഷീ ക്യാൻ ലെറ്റ് മീ, എന്നെ അനുവദിക്കാൻ. എന്തിന്? വെയർ ഹെർ ക്ലോത്ത്സ്, അവളുടെ ഡ്രസ്സ് ധരിക്കാൻ. അവളുടെ ഡ്രസ്സ് ഞാൻ ധരിക്കാനായിട്ട് എന്നെ അനുവദിക്കാൻ അവൾക്ക് കഴിയും എന്നാണ്. ഐ ക്യാൻ ലെറ്റ് ഹിം പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് ഗെയിം, ഐ ക്യാൻ ലെറ്റ് ഹിം, എനിക്ക് അവനെ അനുവദിക്കാൻ കഴിയും. എന്ത്? പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് ഗെയിം, അതായത് ഈ ഒരു ഗെയിമിൽ പങ്കെടുക്കാൻ അവനെ അനുവദിക്കാൻ എനിക്ക് കഴിയും. ഐ കാൺട്ട് ലെറ്റ് യു സ്പെൻഡ് മണി, ഐ കാൺട്ട് ലെറ്റ് യു, എനിക്ക് അനുവദിക്കാൻ കഴിയില്ല, നിന്നെ അനുവദിക്കാൻ കഴിയില്ല. എന്തിന്? സ്പെൻഡ് മണി സ്പെൻഡ് ചെയ്യാൻ, പൈസ ചിലവാക്കാൻ നിന്നെ അനുവദിക്കാൻ എനിക്ക് കഴിയില്ല. ഐ കാൺട്ട് ലെറ്റ് യു സ്പെൻഡ് മണി. അപ്പോൾ ക്യാൻ ലെറ്റ് ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ. ഇനി കുഡ് ലെറ്റ്, കുഡ് എന്ന മോഡൽ വേർബിൻ്റെ കൂടെ ലെറ്റ്. ഇപ്പോൾ കുഡ് ലെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം അനുവദിക്കാൻ കഴിഞ്ഞു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞിരുന്നു എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാം. ഇവിടെയും സബ്ജക്റ്റ് കഴിഞ്ഞ് കുഡ് ലെറ്റ് വയ്ക്കാം. പിന്നെ ഉപയോഗിക്കേണ്ടത് ഒബ്ജക്റ്റീവ് കേസ് പ്രോനൗൺ തന്നെയാണ്. പിന്നെ വേർബിൻ്റെ ബേസ് ഫോം നോക്കാം നമുക്ക്. എക്സാമ്പിൾസ്: മൈ ഫാദർ കുഡ് ലെറ്റ് മീ ഹെൽപ്പ് അതേഴ്സ്, എൻ്റെ ഫാദറിന് അനുവദിക്കാൻ കഴിഞ്ഞു, എൻ്റെ ഫാദറിന് ഒരു കാര്യം എനിക്ക് അനുവാദം തരാൻ കഴിഞ്ഞു. എന്തിനാണ്? ഹെൽപ്പ് അതേഴ്സ്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിൽ. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് എനിക്ക് അനുവാദം തരാൻ ഫാദറിന് കഴിഞ്ഞു എന്നാണ്. മൈ ഫാദർ കുഡ് ലെറ്റ് മീ ഹെൽപ്പ് അതേഴ്സ്. ഇനി കഴിഞ്ഞിരുന്നു എന്ന അർത്ഥത്തിലും ആ ഒരു സെൻസിലും അത് ഉപയോഗിക്കാം. മുൻപൊക്കെ അങ്ങനെ കഴിഞ്ഞിരുന്നു, ഇപ്പോൾ അത് കഴിയുന്നില്ല എന്നർത്ഥത്തിൽ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ മുൻപൊക്കെ, പണ്ടൊക്കെ അങ്ങനെ കഴിഞ്ഞിരുന്നു, പക്ഷേ ഇപ്പോൾ അത് സാധിക്കുന്നില്ല എന്നർത്ഥത്തിൽ, കഴിഞ്ഞിരുന്നു എന്നർത്ഥത്തിലും അത് ഉപയോഗിക്കാം. ദേ കുഡ് ലെറ്റ് us ടീച്ച്, ദേ കുഡ് ലെറ്റ് us ടീച്ച്, അവർക്ക് കഴിഞ്ഞു എന്നാണ്. ദേ കുഡ് ലെറ്റ് us, ഞങ്ങളെ അനുവദിക്കാൻ കഴിഞ്ഞു. എന്തിന്? ടീച്ച് ചെയ്യാൻ, പഠിപ്പിക്കാൻ. ഞങ്ങളെ പഠിപ്പിക്കാൻ അനുവദിക്കാൻ അവർക്ക് കഴിഞ്ഞു, അതിന് അവർക്ക് അനുവാദം തരാൻ കഴിഞ്ഞു. അതല്ലെങ്കിൽ കഴിഞ്ഞിരുന്നു എന്നർത്ഥത്തിലും അത് ഉപയോഗിക്കാം. ഐ കുഡിൻറ്റ് ലെറ്റ് യു വർക്ക് ദർ, ഐ കുഡിൻറ്റ് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. എനിക്കൊരു കാര്യം കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഐ കുഡിൻറ്റ് ലെറ്റ് യു വർക്ക് ദർ, അവിടെ വർക്ക് ചെയ്യാൻ നിങ്ങളെ അനുവദിക്കാൻ, നിങ്ങൾക്ക് അനുവാദം തരാൻ എനിക്ക് കഴിഞ്ഞില്ല.
ഇനി നമുക്ക് ഷുഡ് എന്ന മോഡൽ വേർബിനോട് കൂടി ലെറ്റ് ഉപയോഗിക്കുന്നത്. ഷുഡ് ലെറ്റ്. ഇവിടെയും സബ്ജക്റ്റ് കഴിഞ്ഞ് ഷുഡ് ലെറ്റ് ഉപയോഗിക്കാം. പിന്നെ ഉപയോഗിക്കേണ്ടത് ഒബ്ജക്റ്റീവ് കേസ് പ്രോനൗൺ തന്നെയാണ്. പിന്നെ വേർബിൻ്റെ ഫസ്റ്റ് ഫോം. ഷുഡ് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ ഒരാൾ ഉപദേശിക്കുമ്പോഴൊക്കെ അല്ലേ, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴല്ലേ. അപ്പോൾ ഷുഡ് ലെറ്റ് ഉപയോഗിക്കുമ്പോഴോ, ഷുഡ് ലെറ്റ് എന്ന് പറയുമ്പോൾ ഒരാളെ ഒരു കാര്യം ചെയ്യാൻ അനുവദിക്കണം എന്ന് പറയാനാണ്. അവനെ നിങ്ങൾ പഠിക്കാൻ അനുവദിക്കണം, അവനെ നിങ്ങൾ ആ ഡാൻസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അനുവദിക്കണം എന്നൊക്കെ പറയില്ലേ, അവിടെയാണ് ഷുഡ് ലെറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അവളെ വർക്ക് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കണം, അവളെ വർക്ക് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കണമെന്നാണ്. യു ഷുഡ് ലെറ്റ് ഹെർ വർക്ക്. യു ഷുഡ് ലെറ്റ് ഹെർ വർക്ക്. ഇനി ഇവിടെ ഇരിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. യു ഷുഡ് ലെറ്റ് മീ സിറ്റ് ഹിയർ. യു ഷുഡ് ലെറ്റ് മീ സിറ്റ് ഹിയർ. എന്നെ അനുവദിക്കണം എന്നാണ്. യു ഷുഡ്, യു എന്നത് സബ്ജക്റ്റ്. ആരാണ് അനുവദിക്കേണ്ടത്? അതാണ് സബ്ജക്റ്റ് യു. എൻ്റെ മദർ എന്നെ ടി വി വാച്ച് ചെയ്യാൻ അനുവദിക്കണം. മൈ മദർ ഷുഡ് ലെറ്റ് മീ വാച്ച് ടി വി. നിങ്ങൾ കുട്ടികളെ ക്രിക്കറ്റ് കളിക്കാൻ അനുവദിക്കേണ്ട. യു ഷുഡിൻറ്റ് ലെറ്റ് ദ ചിൽഡ്രൻ പ്ലേ ക്രിക്കറ്റ്. ഇനി നമുക്ക് മസ്റ്റ്. മസ്റ്റ് ഉപയോഗിക്കുന്നത് ഒരു കാര്യം വളരെ നിർബന്ധമായിട്ടും അത് ചെയ്തേ മതിയാകൂ എന്ന് പറയുമ്പോഴല്ല, നിർബന്ധമായിട്ടത് ചെയ്യണം എന്ന് പറയുമ്പോഴാണ്. ഷുഡ് ഉപയോഗിക്കുമ്പോഴും ചെയ്യണം എന്ന് തന്നെയാണ് നമുക്കതിൻ്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ വരുന്നത്. പക്ഷേ മസ്റ്റ് ഉപയോഗിക്കുമ്പോൾ വളരെ നിർബന്ധമായിട്ടും അത് ചെയ്യണം എന്നാണ്. യു മസ്റ്റ് ലെറ്റ് മീ ഗോ ദർ എന്ന് പറഞ്ഞാൽ യു മസ്റ്റ്, നിങ്ങൾ അനുവദിക്കണം. യു മസ്റ്റ് ലെറ്റ് മീ ഗോ ദർ. മസ്റ്റ് ലെറ്റാണ് അവിടെ ഉപയോഗിച്ചത്. അവിടെ പോകാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം, അത് ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കണം. യു മസ്റ്റ് ലെറ്റ് മീ സ്പീക്ക്. യു മസ്റ്റ് ലെറ്റ് മീ സ്പീക്ക്. അത് ഉറപ്പായിട്ടും ചെയ്യണം എന്നാണ്. മസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അതാണ്. അവൻ അവളെ പോകാൻ അനുവദിക്കണം. ഹി മസ്റ്റ് ലെറ്റ് ഹെർ ഗോ. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞ് മസ്റ്റ് ലെറ്റ് ഉപയോഗിക്കുക. പിന്നെ ഒബ്ജക്റ്റീവ് കേസ് പ്രോനൗൺ, അത് കഴിഞ്ഞാൽ വേർബിൻ്റെ V1 ഫോം. ഇനി നമ്മൾ ഹാവ് ടു, ഹാസ് ടു ഒക്കെ പഠിച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്നത് ലെറ്റിൻ്റെ കൂടെ. ഐ ഹാവ് ടു ഗോ എന്ന് പറഞ്ഞാൽ എനിക്ക് പോകണം എന്ന് തന്നെയാണ് അവിടെ മീനിങ് വരുന്നത്. പക്ഷേ അത് നമ്മൾ ഒരാൾ ഫോഴ്സ് ചെയ്തിട്ട്, പുറത്തുനിന്നൊരു നമുക്കൊരു പ്രഷറുണ്ട് പോകാൻ. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യേണ്ടി വരുന്നതാണ്, നിർബന്ധിതരായി തീരുന്നു എന്ന് പറയില്ലേ, അത് ഐ ഹാവ് ടു ഗോ, എനിക്കവിടെ എന്തായാലും പോകണം. ആ പോകുന്നത് മറ്റുള്ളവർ നിർബന്ധിക്കുന്നു, അവിടെ ഒരു നിർബന്ധിതരായി തീരുന്നു എന്ന അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഐ ഹാവ് ടു ഗോ, എനിക്കവിടെ പോകണം. അത് എനിക്കിഷ്ടമില്ലെങ്കിൽ എനിക്ക് പോകേണ്ടി വരുന്നതാണ്. ഷീ ഹാസ് ടു കം, അവൾക്ക് ഇവിടെ വരേണ്ടി വരുന്നതാണ്. ഇതിൻ്റെ ഒപ്പം നമ്മൾ ലെറ്റ് എങ്ങനെ ഉപയോഗിക്കും? ഹീ ഹാസ് ടു ലെറ്റ് മീ കം ഹിയർ. അവൻ എന്നെ ഇവിടെ വരാൻ അനുവദിക്കണം. ഈ അനുവദിക്കണം എന്ന് പറയുന്നത് അനുവദിക്കേണ്ടി വരുന്നതാണ്. അതാണ് ഹീ ഹാസ് ടു ഉപയോഗിക്കുമ്പോഴുള്ള വ്യത്യാസം. ഷുഡ് ഉപയോഗിക്കുമ്പോൾ എന്താണ്, മസ്റ്റ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ്, അതുപോലെ ഹാസ് ടു ഉപയോഗിക്കുമ്പോഴും കുറച്ചൊരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. ഹീ ഹാസ് ടു ലെറ്റ് മീ കം ഹിയർ. അവൻ എന്നെ ഇവിടെ വരാൻ അനുവദിക്കണം, അത് അനുവദിക്കേണ്ടി വരുന്നതാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. യു ഹാവ് ടു ലെറ്റ് മീ സ്പീക്ക്. നിങ്ങൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കണം. അതും ഇതേപോലെ ആ ഒരു മീനിങ് മനസ്സിലാക്കുക. നിങ്ങൾ ആ ഒരു മീനിങ്ങിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. അത് സബ്ജക്റ്റ് ഐ, യു, വി, ദേ, അതല്ലെങ്കിൽ പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഹാവ് ടു ഉപയോഗിക്കും. ഐ ഹാവ് ടു ലെറ്റ്, യു ഹാവ് ടു ലെറ്റ്, വി ഹാവ് ടു ലെറ്റ്, ദേ ഹാവ് ടു ലെറ്റ്, അങ്ങനെ. അതല്ല സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് അതേ മീനിങ്ങിൽ തന്നെ ഹീ ഹാസ് ടു ലെറ്റ്, ഷീ ഹാസ് ടു ലെറ്റ് അങ്ങനെ ഉപയോഗിക്കാം. ഇനി ഹാഡ് ടു. ഹാഡ് ടുവിൻ്റെ ഒപ്പം ലെറ്റ് ഉപയോഗിക്കുമ്പോൾ അനുവദിക്കേണ്ടി വന്നു എന്ന മീനിങ് ആണ്. നിർബന്ധിതരായി തീർന്നു. ഹാഡ് ടു ലെറ്റ്. ഒരാളെ ഒരു കാര്യം ചെയ്യാൻ അനുവദിക്കേണ്ടി വന്നു, അത് പാസ്റ്റ് ടെൻസ് ആണ്. യു ഹാഡ് ടു ലെറ്റ് മീ ഗോ ദർ. അവിടെ പോകാൻ നിങ്ങൾക്ക് എന്നെ അനുവദിക്കേണ്ടി വന്നു. അത് നിങ്ങൾക്ക് അനുവദിക്കേണ്ടി വന്നതാണ്. യു ഹാഡ് ടു ലെറ്റ് മീ ഗോ ദർ. അവിടെ പോകാൻ നിങ്ങൾ എന്നെ അനുവദിക്കേണ്ടി വന്നു. യു ഹാഡ് ടു ലെറ്റ് ഹിം സ്പീക്ക്. അവനെ സംസാരിക്കാൻ നിങ്ങൾക്ക് അനുവദിക്കേണ്ടി വന്നു. നിങ്ങൾക്കത് ചെയ്യേണ്ടി വന്നതാണ്. യു ഹാഡ് ടു ലെറ്റ് ഹിം സ്പീക്ക്. ഇനി ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ ടെൻസിലെ ഒരു ഫോമുണ്ട്, വിൽ ഹാവ് ടു. അനുവദിക്കേണ്ടി വരും എന്ന അർത്ഥത്തിൽ നമുക്ക് വിൽ ഹാവ് ടു ലെറ്റ് എന്ന് ഉപയോഗിക്കാം. വിൽ ഹാവ് ടുവിൻ്റെ ഒപ്പം ലെറ്റ് ഉപയോഗിക്കുമ്പോൾ അനുവദിക്കേണ്ടി വരും എന്നാണ്.
അത് നിങ്ങൾ അതിന് നിർബന്ധിതരായി തീരും എന്നർത്ഥത്തിലാണ്. നിങ്ങൾക്ക് അവനെ പാടാൻ അനുവദിക്കേണ്ടി വരും. യു വിൽ ഹാവ് ടു ലെറ്റ് ഹിം സിങ്. യു വിൽ ഹാവ് ടു, അപ്പോൾ അത് ഫ്യൂച്ചർ ടെൻസിലെ ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യേണ്ടി വരും നിങ്ങൾക്ക്. നിങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിലും ചെയ്യേണ്ടി വരും എന്ന അർത്ഥത്തിലാണ് അവിടെ യു വിൽ ഹാവ് ടു ലെറ്റ് ഹിം സിങ്. യു വിൽ ഹാവ് ടു ലെറ്റ് ഹിം പ്ലേ ക്രിക്കറ്റ്. നിങ്ങൾക്ക് അവനെ ക്രിക്കറ്റ് കളിക്കാൻ അനുവദിക്കേണ്ടി വരും. അപ്പോൾ വിൽ ഹാവ് ടു കഴിഞ്ഞിട്ട് ലെറ്റ്. ഇനി അടുത്തത് യൂസ്ഡ് ടു. അതിൻ്റെ ഒപ്പം നമുക്ക് ലെറ്റ് ഉപയോഗിക്കാം. യൂസ്ഡ് ടു നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പതിവായിട്ട് പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ, ശീലമായിട്ട് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെയുണ്ട്. അതിനാണ് നമ്മൾ യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത്. ഒരു കാര്യം ചെയ്യാൻ അവളെ ഞാൻ പണ്ടൊക്കെ അനുവദിച്ചിരുന്നു. പണ്ടത് പതിവായിട്ട് ചെയ്തിരുന്നു ഞാൻ. അതൊരു ശീലമായിരുന്നു. അവളെ അവിടെ പോകാൻ ഞാൻ അനുവദിക്കാറുണ്ടായിരുന്നു എന്ന് പറയില്ലേ. ഇപ്പോൾ അനുവദിക്കുന്നില്ല, പണ്ട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. പണ്ടതൊരു ശീലമായിരുന്നു. ഇപ്പോൾ അനുവദിക്കുന്നില്ല എന്നർത്ഥത്തിലാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. ഐ യൂസ്ഡ് ടു ലെറ്റ് ഹെർ ഗോ ദർ എന്ന് പറഞ്ഞാൽ അവിടെ പോകാൻ ഞാൻ പണ്ട് അനുവദിക്കാറുണ്ടായിരുന്നു, പതിവായിരുന്നു, ശീലമായിരുന്നു അത്. ഐ യൂസ് ടു ലെറ്റ് ഹെർ വാച്ച് ടി വി. മുമ്പ് ഞാൻ അവളെ അനുവദിക്കാറുണ്ടായിരുന്നു. എന്തിന്? ടി വി വാച്ച് ചെയ്യാൻ. ഐ യൂസ് ടു ലെറ്റ് ഹെർ. അപ്പോഴൊക്കെ അനുവാദം കൊടുക്കാറുണ്ടായിരുന്നു. യൂസ്ഡ് ടു ലെറ്റ് ഹെർ വാച്ച് ടി വി. ഐ യൂസ് ടു ലെറ്റ് ഹിം ഗോ ടു മാർക്കറ്റ്. മാർക്കറ്റിൽ പോകാൻ അവനെ ഞാൻ അനുവദിക്കാറുണ്ടായിരുന്നു. ഐ യൂസ് ടു ലെറ്റ് ഹിം ഗോ ടു മാർക്കറ്റ്. അപ്പോൾ അവിടെയും സബ്ജക്റ്റ് കഴിഞ്ഞ് യൂസ് ടു ലെറ്റ് ഉപയോഗിക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് കേസ് പ്രോനൗൺ, പിന്നെ വെർബിൻ്റെ ബേസ് ഫോം. ഇനി അടുത്തത് നീഡ് ടു ലെറ്റ്. നീഡ് ടു നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നീഡ് ടുവിൻ്റെ ഒപ്പം ലെറ്റ് ഉപയോഗിക്കുമ്പോൾ അനുവാദം കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് പറയില്ലേ. ഐ നീഡ് ടു ലെറ്റ് ഹിം ഗോ ദർ. അവിടെ പോകാൻ എനിക്ക് അവനെ അനുവദിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നീഡ് ടു ലെറ്റ് ഹിം ഗോ ദർ. യു നീഡ് ടു ലെറ്റ് ഹിം വാച്ച് ടി വി. നിങ്ങൾക്ക് അവനെ ടി വി വാച്ച് ചെയ്യാൻ അനുവദിക്കേണ്ട ആവശ്യം ഉണ്ട്. യു നീഡ് ടു ലെറ്റ്. അപ്പോൾ അവിടെയും സബ്ജക്റ്റ് കഴിഞ്ഞ് നീഡ് ടു ഉപയോഗിക്കുക, പിന്നെ ലെറ്റ്. അത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് കേസ് പ്രോനൗൺ, ദെൻ വേർബിൻ്റെ ബേസ് ഫോം. അപ്പോൾ മോഡൽ വേർബ്സിനോട് ചേർത്ത് ലെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സംസാരത്തിലൊക്കെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു.